വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ സൈന്യം വടക്കൻ ഗസയിൽ നിന്നും ഭാഗികമായി പിന്മാറിയതിനു ശേഷം വടക്കൻ ഗസയിൽ കാണുന്ന രംഗങ്ങൾ വളരെയധികം വേദനയുണ്ടാക്കുന്നതാണെന്ന് വടക്കൻ ഗസയിലെ സിവിൽ ഡിഫൻസ് വർക്കേഴ്സ് പറയുന്നു. വടക്കൻ ഗസയുടെ ചുറ്റുപാടുകളിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നുമായി ലഭിച്ചത് 60-ലധികം മൃതദേഹങ്ങളാണ്. ഡസൻ കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഭയപ്പെടുന്നതായി അവർ പറഞ്ഞു. രക്ഷാപ്രവർത്തകർ പറഞ്ഞ മറ്റൊരു ഭീകര സത്യം, ഇസ്രായേലി സൈന്യം അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനോ ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്യുന്നതിനോ ഫലസ്തീനികളെയും മറ്റു രക്ഷാപ്രവർത്തകരെയും അനുവദിച്ചില്ല എന്നുള്ളതാണ്. ആ നിലയിലും കുറെ ആളുകൾ യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് എത്രമാത്രം ഭീകരവും ഭീതിതവുമാണ്. അതേസമയം ഇസ്രായേലി ടാങ്കുകളുടെയും സ്നൈപ്പേഴ്സിന്റെയും സാന്നിധ്യം കാരണം കുടിയിറക്കപ്പെട്ടവർക്ക് തിരിച്ചവരുടെ വീടുകളിലേക്ക് വരാൻ കഴിയുന്നില്ല. അവർ ഭീതിയോടെ മാറി നിൽക്കുകയാണ്. നോർത്ത് ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം ആംബുലൻസുകളെ കടത്തിവിടാതിരുന്നത് കാരണം ശവശരീരങ്ങൾ പലതും അഴുകിയ നിലയിലായിരുന്നു. അവ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലായിരുന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് ഇസ്രായേൽ ആർമി തെക്കൻ ഗസയെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതും ഇസ്രായേൽ സുരക്ഷിത മേഖല എന്ന് പറഞ്ഞ് അവിടേക്ക് ആളുകളെ പുനരധിവസിപ്പിച്ചതിന് ശേഷം ആണ് ഈ ആക്രമണം. ഈ ആക്രമണത്തിലും 7ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഈ ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടതിന് പുറമെ ധാരാളം വീടുകളും കെട്ടിടങ്ങളും സ്കൂളുകളും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു. വീണ്ടും വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ചിലർക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഫെബ്രുവരി മുതലാണ് അമേരിക്ക വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ചിലരുടെ മേൽ വ്യക്തിഗത അടിസ്ഥാനത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങിയത്. ഇതോടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നവരുടെ എണ്ണം 10ആയി. സത്യത്തിൽ ഫലസ്തീന മണ്ണിൽ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് അവകാശവും അധികാരവും നൽകിയവരിൽ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ഇസ്രായേൽ ഫലസ്തീനികളെ തുരത്തുന്നതിന് വേണ്ടി അനധികൃത കുടിയേറ്റക്കാർക്ക് അവകാശവും അധികാരവും നൽകുമ്പോൾ മൗനാനുവാദം നൽകി ആ പദ്ധതിയെ വിജയിപ്പിച്ചവരാണ് അമേരിക്ക. അമേരിക്കയെന്നും സയനിസ്റ്റ് ലോബികളുടെ ഒപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നും അമേരിക്കയുടെ കളിപ്പാവുകൾ മാത്രമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വളർച്ച അമേരിക്കയെന്നും ഭയപ്പെട്ടിരുന്നു. അതിനുദാഹരണമാണ് ഇറാഖ്, ഇറാൻ, സിറിയ മുതലായ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയിട്ടുള്ള പദ്ധതികളും അക്രമ പരമ്പരകളും. ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഭാഗികമായി ഒഴിഞ്ഞുപോയെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണത്തിനിടയിൽ ഒഴിഞ്ഞു പോകാൻ കഴിയാതിരുന്ന ഫലസ്തീനികൾ അവരുടെ ഭവനങ്ങളിൽ ഒറ്റപ്പെടുകയും ആക്രമിക്കപ്പെടുകയുമായിരുന്നു. ഒഴിഞ്ഞു പോകാൻ കഴിയാതിരുന്ന ആളുകളിൽ നല്ലൊരു ഭാഗവും ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴും അങ്ങിങ്ങായി തുടരുന്ന ഇസ്രായേൽ സൈനികരുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ഡെഡ് ബോഡികൾ വീണ്ടെടുക്കുക എന്ന പ്രവൃത്തി വളരെയധികം ദുഷ്കരവും ഭീതിതവുമാണ് എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായി ഏകദേശം 1.8 മില്യൺ ജനങ്ങളാണ് ഗസയിൽ നിന്നും റഫേലേക്ക് ആട്ടിയോടിക്കപ്പെട്ടത്. എന്നാൽ അതേ വേഗതയിൽ തന്നെ അവരെ റഫേൽ നിന്നും പുറന്തള്ളുകയും ചെയ്തു. ഇത്രയും നിർഭാഗ്യവാന്മാരായ ജനത ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇവിടെ ഹമാസ് ആയിരുന്നു ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ ഇത്രയധികം വേദന ഉണ്ടാകുമായിരുന്നില്ല. ഒന്നിനും കാരണക്കാരാവാത്ത കുട്ടികളും സ്ത്രീകളും സാധാരണ ജനങ്ങളുമാണ് ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് പരിതാപകരമായ കാഴ്ച. ഒരു രാജ്യത്തെ 80%-ലധികം ആളുകളാണ് ഇപ്പോൾ ഭവനരഹിതരാക്കപ്പെട്ടിട്ടുള്ളത്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കൊടിയ തീനാളങ്ങൾ അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാഹം സഹിക്കാതെ മലിനജലം കുടിക്കാൻ വിധിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് വിശപ്പിന്റെ പെരുമ്പാമ്പുകൾ ഇഴയുമ്പോൾ മറുഭാഗത്ത് വിവിധതരം രോഗങ്ങളുടെ കരിന്തേളുകൾ ശരീരത്തിൽ ഇഴഞ്ഞിടക്കുകയാണ്. അവർ വിളിക്കാവുന്ന ശബ്ദത്തിൽ അത്രയും ഉച്ചത്തിൽ അവർ ദൈവത്തെ വിളിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സഹായസ്ഥവുമായി ആരും ഇതുവരെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ ദുരന്തത്തിന്റെ നാൾവഴികൾ ഇനിയും നീണ്ടുപോകും. ഇസ്രായേലിന്റെ ക്രൂരതകൾ ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാതെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗസയിൽ 1000ഓളം പള്ളികളാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടും മിസൈൽ അയച്ചും തകർത്ത് കളഞ്ഞത്. ഇതൊന്നും കരുതിക്കുട്ടിയുള്ള നശീകരണമല്ലാതെ ഒരു സ്വാഭാവിക സംഭവമേ അല്ല. എന്നിട്ടും ആയിരങ്ങളാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. ആത്മവീര്യം ചോരാത്ത ഒരു ജനതയുടെ ഒത്തുചേരൽ.
ഈ കാണുന്നത് ഇസ്രായേൽ തകർത്ത ഒരു പള്ളിയുടെ ശേഷിപ്പുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ സൈന്യവും ഇസ്രായേലും എത്രമാത്രം മുസ്ലിം ആരാധനാലയങ്ങളോട് വെറുപ്പുള്ളവരാണെന്ന്. അവർ ഏത് രീതിയിലാണ് മുസ്ലിം ആരാധനാലയങ്ങളെ സമീപിക്കുന്നതെന്ന്, എത്രമാത്രം ഭീകരമാണ് അവരുടെ അഴിഞ്ഞാട്ടമെന്ന്. ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ പ്രകാരം ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. എന്നിട്ടും ഗസയിലെ 99% ആരാധനാലയങ്ങളും ഇസ്രായേൽ തകർത്തു കളഞ്ഞു. ഇനിയും ഈ നരനായാട്ടും ആക്രമണവും തുടർന്നുപോയാൽ ഗസ വെറുമൊരു മരുഭൂമിയായി മാറ്റപ്പെടും. ചരിത്രത്തിൽ ഗസ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാവുമോ എന്ന് സംശയമാണ്.